റംസാൻ വ്രതം അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ റംസാൻ വ്രതവും അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടുമായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത്. ഓട്ടോഫേജിൻ്റെ ഗുണങ്ങളും അതിൽ ഇൻസുലിൻ്റെ പ്രാധാന്യവും അതിനെക്കുറിച്ചിട്ടൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നത്. ഇനി ഈ മാസം കഴിഞ്ഞതിന് ശേഷവും ഈ റംസാൻ വ്രതത്തിൻ്റെ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചേഞ്ച് വരുത്തണമെന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. എന്താണത്? ഒരു കാലപരിമിതി വരെ നമ്മൾ ഖരരൂപത്തിൽ അല്ലെങ്കിൽ സോളിഡ് ഫുഡുകൾ കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഡിന്നർ വൈകിട്ട് 5-നും 6-നും ഇടയിൽ കഴിക്കുക. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അടുത്ത ദിവസം മോർണിംഗ് 9 o'clockൻ്റെ ഉള്ളിൽ 9 o'clockന് ശേഷം കഴിക്കുക. ഈ ഒരു ടൈം പീരീഡ്, അതായത് ഒരു 14 to 15 മണിക്കൂർ വരുന്ന ടൈം പീരീഡിൽ നിങ്ങൾ സോളിഡ് ഫുഡ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓട്ടോഫേജിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുന്നതാണ്. കൂടുതലായിട്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ലിവർ ഡിറ്റോക്സിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, മെറ്റബോളിക് എറേഴ്സ് ഉള്ളവർ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ളവർ, ഇവരൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ ഹൈലി ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരാൾ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യരുത്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ ഗൈഡൻസിലല്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ പോവുകയും അരുത്. താങ്ക് യു. ആയുർസത്യ ആയുർവേദ മെഡിക്കൽ സെന്റർ, അലൈൻ സെന്റർ, ബർദുബായ്.